ബാർകോട്ട് എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും ഗവൺമെന്റിന്റെ മെഡിക്കൽ ചെക്കപ്പ് നടത്തി അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അതാണ് ചാർധാം ഹെൽത്ത് ഫെസിലിറ്റീസ് മാപ്പ് എന്ന തരത്തിൽ ഒരു സംവിധാനമുണ്ട്. അതിൽ ഈ ഹെൽത്ത് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഉത്തരകാശി അതാണ് ഇതിന്റെ മാപ്പ്. ഇവിടെ നിന്നും നമ്മൾ ഇവിടെ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് പേരെഴുതി ഇവിടെ പേര് കൊടുത്ത് പേര് വാങ്ങിച്ച് ബാർകോഡ് കൂടിയ സർട്ടിഫിക്കറ്റ് വാങ്ങണം അല്ലേ. സർട്ടിഫിക്കറ്റ് വാങ്ങിയാണ് യാത്ര തുടരേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചാർധാം ഹെൽത്ത് സ്ക്രീനിംഗ് സെന്റർ എന്ന പേരിൽ ദ ഹാൻഡ്സ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനവും ഇവിടെ ആൾക്കാരെ മെഡിക്കൽ ചെക്കപ്പൊക്കെ നടത്തിയിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അയക്കുന്നുണ്ട്. അതിന്റെ ഒരു ടീമാണ് ഇവിടെ ഉള്ളത്. അവരിങ്ങനെ നമ്മുടെ കൂടെ വന്ന ടീമിന്റെ ചെക്കപ്പ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹെൽത്ത് കണ്ടീഷൻ ക്ലിയർ ആക്കി ഇവിടെയാണ്. हाँ 69 ज्यादा है। हाँ मीठा खाना है, ठीक है। दवाई प्रॉपर लेनी है। अभी आप जाम की चट्टी से चट करा देना, ठीक है। ചാർധാം യാത്ര എന്നത് അത്ര സുഖകരമല്ല എന്നത് ഈ റോഡുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ. വളരെ ദുഷ്കരം പിടിച്ച റോഡുകളിൽ കൂടിയൊക്കെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം യമുനോത്രിയിലേക്ക് പോകുന്ന വഴിയാണത്. ചാർധാം യാത്ര തുടങ്ങുന്നത് തന്നെ യമുനോത്രിയിൽ നിന്നാണ്. യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദ്രീനാഥ്, ഇതാണ് ഈ ചാർധാം യാത്രയുടെ പ്രധാന കേന്ദ്രങ്ങൾ. ഇതിനിടയ്ക്കുള്ള നിരവധി ക്ഷേത്രങ്ങളും നിരവധി കേന്ദ്രങ്ങളും നമ്മൾ സന്ദർശിക്കും എന്നത് മറ്റൊരു കാര്യം. എന്തായാലും ഈ ബാർകോട്ട് എന്ന സ്ഥലത്ത് നിന്നാണ് നമ്മളിപ്പോൾ അവിടെ ഈ പരിശോധനകളൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നു. മാത്രമല്ല നമ്മൾ പ്രത്യേക സർട്ടിഫിക്കറ്റ് വാങ്ങണം. നമ്മുടെ QR കോഡുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങണം. അങ്ങനെ ആ QR കോഡുള്ള സർട്ടിഫിക്കറ്റ് മാത്രമായിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറേണ്ടത്. മാത്രം നമ്മുടെ ശരീരം യാത്രയ്ക്ക് സജ്ജമാണോ എന്ന് പരിശോധിക്കണം. വേണ്ട നിർദ്ദേശങ്ങൾ നൽകും. അത്യാവശ്യം മെഡിക്കൽ എയ്ഡ് നൽകും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. എന്തായാലും ബാർകോട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചാർധാം യാത്ര തുടങ്ങുന്നത്. ഈ ബാർകോട്ട് എന്നത് യമുനാ തീരത്തെ ഒരു സുന്ദര പട്ടണമാണ്. നമ്മൾ ഈ യാത്ര പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വെള്ളാരം കല്ലുകളിൽ തട്ടി കളകളാരവും ഒഴുക്കുന്ന കുളിർ ജലം താഴ്വാരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് മലനിരകളാണ്. എന്നാൽ താഴ്വാരത്തിൽ അത്തരത്തിലുള്ള കുളിർ ജലം പോകുന്നത് നമുക്ക് കാണാം. യമുനാ നദിയുടെ തായ്വഴികളാണ് ഇതുവഴി പോകുന്നത്. അതിലെ നീല മലകൾക്കപ്പുറം മഞ്ഞിന്റെ പുതപ്പണിഞ്ഞ ഗിരിനിരകളെയും നമുക്ക് കാണാം. നമ്മുടെ ഈ യാത്രയിടയിൽ ഞാൻ ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതായത് ഗിരിനിരകളുടെ ഇടയിലെ മഞ്ഞ് പുതച്ച ഗിരിനിരകളെ നമുക്ക് കാണാൻ കഴിയും. നദിയോട് കിന്നരിച്ചൊരു രാത്രി തങ്ങുവാൻ നദി തൻ മടിയിലേക്കിറങ്ങിയ സത്രങ്ങൾ, അതായത് ഈ തൊട്ട് നദി തടത്തിൽ തന്നെ ചെറിയ ചെറിയ സത്രങ്ങളുണ്ട്. സുന്ദരമാണ് യഥാർത്ഥത്തിൽ ഈ ബാർകോട്ട് എന്ന് പറയുന്ന സ്ഥലം. എന്തായാലും ആ ബാർകോട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ യമുനോത്രിയിലേക്ക് പോകുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഗിരിശൃംഗങ്ങളാണ്. ഇവിടെ ധാരാളം ഈ കുതിരകൾ എന്ന് പറഞ്ഞാൽ കോവർക്കഴുതുകളാണ്. പക്ഷെ ഇതാണ് ഈ മലയിലേക്ക് കയറാൻ വേണ്ടി
ഇവിടെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. അത് ധാരാളമുണ്ട്. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ കൂടുതൽ കാണാൻ കഴിയും. നമ്മൾ നേരത്തെ കഴിഞ്ഞ യമുന നദിയുടെ കൈവഴികൾ ഇതാ കാണാൻ കഴിയും. വളരെ പച്ചപ്പ് പിടിച്ചതാണ്, മഞ്ഞ് മൂടിയ മലനിരകളാണ്, ഇതെല്ലാം നമുക്ക് കാണാം. പിന്നെ നമുക്ക് ബാർകോട്ടിനെ സംബന്ധിച്ച് മറ്റൊരു ചരിത്രമുണ്ട്. നമ്മൾ ഈ 2023 നവംബർ 12 നടന്ന വലിയൊരു ദുരന്തം നമുക്കറിയാം. അവിടെ ഒരു ടണൽ നിർമ്മാണത്തിനിടയിൽ, അതായത് തുരങ്കം നിർമ്മാണത്തിനിടയിൽ തുരങ്കം തകർന്നതും അവിടെ കുറെ തൊഴിലാളികൾ വെറും 41ഓളം തൊഴിലാളികൾ അവിടെ കുടുങ്ങിയതും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ചാർധാം തീർത്ഥാടകരുടെ വഴി സുഗമമാക്കാനാണ് 853 കോടി ചെലവിട്ട് ഉത്തരാഖണ്ഡിൽ ടണൽ നിർമ്മാണം ആരംഭിച്ചത് നമുക്കറിയാം. കാരണം ഈ ദുർഘടമായ വഴികളിൽ നിന്നൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് വലിയൊരു ടണൽ നിർമ്മിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. 353 കോടി രൂപ മുടക്കിയാണ് ഈ ടണൽ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ആ ടണൽ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് 41 തൊഴിലാളികൾ മണ്ണിടിഞ്ഞ് ടണലിനുള്ളിൽ കുടുങ്ങിയത്. നമുക്ക് വലിയ ദേശീയ വാർത്തയായതാണ്, നമ്മൾ കണ്ടതാണ്. ഈ ബാർകോട്ട് പ്രദേശത്തെ ഈ പ്രദേശത്തിനടുത്താണ് ആ സംഭവം. നമുക്ക് ആ പ്രദേശത്തോട്ട് പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല. എന്തായാലും സിൽക്കാര എന്ന ആ സ്ഥലത്താണ് ഈ ബാർകോട്ടിൽ ഈ തുരങ്കത്തിന്റെ ദുരന്തം നടന്നത് എന്നതാണ് ചരിത്രം. എന്തായാലും 2023 നവംബർ 12 സംഭവം നടന്നത്. എന്നാൽ 17 ദിവസത്തെ വളരെ അക്ഷീണമായ പ്രയത്നം കൊണ്ട് സർക്കാരും അതുപോലെ സന്നദ്ധ പ്രവർത്തകരും അങ്ങനെ പലരും വളരെ ശ്രമിച്ചിട്ടാണ് ഈ 41 തൊഴിലാളികളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. നമ്മൾ ഈ ബാർകോട്ട് കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങളുടെ മുന്നിൽ ഞാൻ പങ്കുവച്ചത്. എന്തായാലും ഈ ബാർകോട്ട് കഴിഞ്ഞ് ഈ ദുർഘടമായ വഴിയിലൂടെ ഒരല്പം കണ്ണ് തെറ്റിയാൽ, ഡ്രൈവർക്ക് ഒരല്പം കണ്ണ് തെറ്റിയാൽ, ഒന്ന് കണ്ണ് ചിമ്മിയാൽ, ഒരുപക്ഷെ കൈ സ്റ്റിയറിംഗിൽ നിന്നും ഒന്ന് ഒരു എന്തു പറയാം 1 ഇഞ്ച് ഒന്ന് ഇടത്തോട്ടൊന്ന് തിരിഞ്ഞാൽ പിന്നെ നമ്മുടെ പൊടി പോലും കിട്ടില്ല. അത്തരത്തിലുള്ള റോഡാണ് ഇത്. നമ്മുടെ വാഹനത്തിലിരുന്ന പലരും കണ്ണടച്ചാണ് ഇരുന്നത്. അവർ പലരും കണ്ണ് തുറന്നാൽ അവർക്ക് ഒരുതരം ഭയമായിരുന്നു. അങ്ങനെ പലരും വാഹനത്തിനകത്ത് കണ്ണ് അടച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. ഇതുപോലെ കുറുകെ നദികൾ ഒഴുകുന്ന, ചെറിയ അരുവികൾ ഒഴുകുന്നത് കാണാം നമുക്ക്. ഇത്തരത്തിലുള്ള ദുർഘടമായ റോഡ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ടണൽ നിർമ്മിക്കാൻ, ഈ ബാർകോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സിൽക്കാര എന്ന സ്ഥലത്ത് ടണൽ നിർമ്മിക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചത്. അവിടെയാണ് ചെറിയ ദുരന്തം നടന്നത്. എന്തായാലും ആ ടണൽ നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയില്ല. എന്തായാലും നമ്മൾ യമുനോത്രിയിലേക്ക് പോകാനുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ. ഇന്ന് ജാനകി ചട്ടി എന്ന സ്ഥലത്ത് എത്തും. അവിടെ ഒന്ന് വൈകുന്നേരം അവിടെ വിശ്രമിക്കും. നാളെ രാവിലെ മുതലായിരിക്കും നമ്മൾ യമുനോത്രിയിലേക്ക് പോകുന്നത്. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.